ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോസാണ് കേട്ടോ. ഉപ്പാൻ്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നിലമ്പൂർ എനിക്ക് കാണാൻ പറ്റി. നിലമ്പൂർ മാത്രമല്ല, മലപ്പുറം, കൊണ്ടോട്ടി നല്ല സ്ഥലങ്ങളാട്ടോ. അടിപൊളി സ്ഥലമാണ്. മരങ്ങളോ നല്ല തേക്കിൻ്റെ മരവും റബ്ബറിൻ്റെ മരങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുക. ഒട്ടും തന്നെ വെയിലൊന്നും ഉണ്ടാവില്ല. നമുക്ക് നട്ടുച്ചയ്ക്ക് പുറത്തോട്ടൊന്ന് പോവാം, പക്ഷേ വെയിലൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല. മരങ്ങളിങ്ങനെ ചാഞ്ഞ് കിടക്കുകയെന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ. രാവിലെ ഞാൻ നടക്കാൻ പോയിട്ടതിനുള്ളത്, ഞാനും എളാമാൻ്റെ മോളും കൂടിയിട്ട്. അപ്പോൾ എടുത്ത വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റബ്ബറിന് വരയിടുന്നത് ഞാൻ വീട്ടുമുറ്റത്ത് റബ്ബർ മരം ഉണ്ടേനി. അപ്പോൾ അവിടെയാണ് വരഞ്ഞിടുന്നത്. അപ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഒന്ന് ഞാൻ വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ അവനൊരു മടിയൊക്കെ ഉണ്ടേനി. പക്ഷെ എന്നാൽ പോലും കുഴപ്പമില്ല, ഞങ്ങൾ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോസ് വന്നിട്ടാ. അപ്പോൾ അവിടെ ഇങ്ങനെ വരഞ്ഞിട്ടെടുത്ത് അവർ ചിരട്ട വെച്ചിട്ട്, ചിരട്ട പോലത്തെ എന്തോ സാധനം വെച്ചിട്ട് അതിലിങ്ങനെ കറ ഇറ്റിക്കൊണ്ടിരിക്കും. കുറേ സ്ഥലത്തൊക്കെ അങ്ങനെ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ അതെല്ലാം കുറേ കുന്നിൻ്റെ മുകളിലായിട്ടാണ്. പക്ഷെ എനിക്ക് ആ വീഡിയോ എടുക്കാനോ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനോ പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. നടന്ന് നമ്മൾ എത്തിയത് ഇളവമ്മാൻ്റെ ഉമ്മാൻ്റെ അനുജത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. നല്ല സ്വീകരണം. അവർ നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കുന്നേയില്ല. പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോയി. നടക്കാൻ വന്നിട്ട് ഇവിടം വരെ എത്തിയോ എന്നുള്ളതിൽ അവർ നമ്മളെ കണ്ടപാടന്നെ വെള്ളം കലക്കട്ടെ അല്ലെങ്കിൽ ചായ എടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേനി. അവർക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണമേ അവിടെ വേണ്ടുള്ളൂ. പക്ഷേ എന്നാൽ പോലും എനിക്ക് വേണ്ടിയിട്ട് ഇടിയപ്പവും പൊറോട്ടയും പിന്നെ ബീഫ് കറി, കടലക്ക കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചു. നല്ല സ്വീകരണം, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം ഒക്കെയാണ് ഉമ്മാൻ്റെ അനുജത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇത് ഉമ്മാൻ്റെ അനുജത്തിൻ്റെ ഭർത്താവാണ്. ഇത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. എളോമാൻ്റെ വീട്ടിൽ കുറച്ച് ആളല്ലേ, അയൽവാസികളും കുടുംബക്കാരും കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഭാനു പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഇവർ നിന്നോട്ടെ എന്ന് വെച്ചാൽ എനിക്ക് അലക്കലും തുടക്കലും ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിൽ പോയി. ഞാൻ അവിടെ നിന്നു. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ഒറ്റ നിർബന്ധം ചെയ്യുത്താത്ത. അവരെ അമ്മായിന്ന് അവിടെ വിളിക്കുക. ആങ്ങണ്ടോളെയും ഉപ്പാൻ്റെ പെങ്ങളെയും ഒക്കെ അമ്മായിന്ന് മലപ്പുറക്കാർ വിളിക്കുക. മലപ്പുറം അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിലമ്പൂർ അങ്ങനെയാണ്. അപ്പോൾ എന്നോട് തന്നെ നമ്മളെ നാട്ടിൽ ബിരിയാണി ഒക്കെ നീ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് കാണണം, നീ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ എടുത്ത വീഡിയോസാണ് ഇത് കേട്ടോ. ബീഫ് ഇറച്ചി മുറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് സെയിം താത്ത, പിന്നെ ആങ്ങളുടെ മോന്, ആങ്ങളുടെ വൈഫ്, പിന്നെ ആങ്ങളുടെ മോള്. ഇവരൊക്കെ ഓരോ പണിയിലാണ്. ഇളമാൻ്റെ ആങ്ങളുടെ മോള് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ എപ്പെങ്കിലും കൂടുന്നവരെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബിരിയാണി വെക്കുന്നതാണ്. അപ്പോൾ ഓരോരാൾ ഓരോ പണിയിലാണ് ഉള്ളത്. ഉള്ളി മുറിക്കാനും പിന്നെ സെയിൻതാത്തൻ്റെ മോൻ്റോള് പേരക്ക ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പേരക്ക മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് പേരക്ക ജ്യൂസ് പാലിട്ട് അടിച്ചിട്ട്. അപ്പോൾ ബിരിയാണി വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിലമ്പൂരുള്ള എല്ലാവരും ഇങ്ങനത്തെയാണ് ബിരിയാണി വെക്കുന്നതെന്ന് ഒന്ന് കമൻറ്റിൽ പറയോ. പിന്നെ ഇതേപോലത്തെ ചെമ്പിലാണ് അവിടെ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. കല്യാണ വീട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണി ചെമ്പില്ലേ, അതിൻ്റെ ചെറിയൊരു മാതിരിയുള്ള ചെമ്പാണിത്. എളവുമാൻ്റെ വീട്ടിലും ഇതേപോലത്തെ ചെമ്പിലാണ് ബിരിയാണി വെക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഇതേപോലത്തെ ചെമ്പ്. മസാല വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്നത് ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മസാലപ്പൊടികൾ, ഗരം മസാലപ്പൊടി, ഇറച്ചി മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് അതേപോലെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കും. പക്ഷേ നമ്മളെ നാട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നത്, ഞാനൊക്കെ ബിരിയാണി ഉണ്ടാക്കൽ ആദ്യം ബീഫാണെങ്കിൽ അതൊന്ന് വേവിച്ചിട്ടെടുക്കും. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലപ്പൊടി ഇട്ടിട്ട്, എന്നിട്ട് ഉള്ളിയും തക്കാളി വാട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ബീഫ് വെക്കുന്നതാണെങ്കിൽ അതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലാം ഒരുമിച്ചിട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് ഒരു 5-6 വിസിലടിക്കുന്നവരെ കാത്തു വെക്കും. അങ്ങനെയാണ് ഭർത്താവിൻ്റെ ആൾക്കാർ. പക്ഷേ ഇത് ഒരു പ്രത്യേക തരം ബിരിയാണിയാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. മസാലപ്പൊടികൾ ഇട്ടതിന് ശേഷം പുളിനാരങ്ങൻ്റെ നീര്, 2 പുളിനാരങ്ങൻ്റെ നീരുണ്ട് കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് കൈ കൊണ്ട് ഇത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഞരണ്ടി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ബീഫും കൂടി ഇട്ട് കൊടുക്കുക. കഴുകിയിട്ട് വെള്ളമെല്ലാം പോക്കിയതിന് ശേഷമാണ് ഇതിൽ ബീഫ് ഇട്ട് കൊടുത്തത് കേട്ടോ. വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നൊന്നുമില്ല. കൈ കൊണ്ട് ഇറച്ചിയും ഉള്ളിയും തക്കാളിയും ഒക്കെ മസാലകളൊക്കെ നന്നായിട്ട് ഞരണ്ടി എടുക്കുക. നന്നായിട്ട് ഞരണ്ടി എടുത്തതിന് ശേഷം പിന്നെ മസാലപ്പൊടി പോരാത്തതുകൊണ്ട് കുറച്ചും കൂടി മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനിടയിൽ ഞാനൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പിൽ തന്നെയാണ് ഉള്ളി പൊരിച്ചിട്ടെടുക്കാൻ. ഇവർ വേറെ തന്നെയാണ് ഉള്ളി പൊരിച്ചിട്ടെടുക്കുന്നത്, ഉള്ളിയും അണ്ടിയും കിസ്മിസും ഒക്കെ. അപ്പോൾ വെള്ളം പുറത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കണം.
അപ്പോൾ സൈൻതാത്ത അരി കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ആൾ ഉഷാറാണ് കേട്ടോ, പണിയെടുക്കുന്ന സമയത്ത് ഭയങ്കര സ്പീഡിലാണ് പണിയെടുക്കുക. പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അരി കഴുകുന്ന സമയത്തും ചോറ് വെക്കുന്ന സമയത്തൊക്കെ അവർ ഭർത്താവ് നല്ല സ്നേഹത്തിലെ പോലെ കഴിഞ്ഞിട്ടുള്ളത്. എന്താ പറയണ്ടേ, ഭയങ്കര സ്നേഹത്തിൽ മരിക്കുന്ന അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അവരോട് കണ്ണിന്ന് വെള്ളം വന്നു, എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നു. എന്തോ ഒരു വിഷമമുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഇതാ വെള്ളം തിളക്കുന്ന സമയത്തൊക്കെ ഈ പുളിനാരങ്ങ പിഴിഞ്ഞ തൊണ്ട് മാത്രം ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം ആ പുളിനാരങ്ങൻ്റെ തോട് എടുത്ത് മാറ്റുക. വേറെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഒന്നും ചേർക്കുന്നില്ല, വെറും വെള്ളം മാത്രം. എന്നിട്ട് അതിലേക്ക് അരിയിട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. ഒരു 3/4% വേകുന്നത് വരെ നമ്മൾ കാത്തു വെക്കണം കേട്ടോ. 3/4% വെന്ത് കിട്ടിയാൽ മാത്രം മതി. 3/4% വെന്തതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കണം. ഈ ചോറ് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. 100% വെന്തതിന് ശേഷം മാത്രം ഊറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഊറ്റിയെടുത്തതിന് ശേഷം ആ ബീഫിൽ ഞെരണ്ടി വെച്ച ബീഫും വേറെ ബീഫാണ് പച്ച, അതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് പൊരിച്ച് വെച്ച അണ്ടിയും ഉള്ളിയും പിന്നെ കിസ്മിസും ഒക്കെ മുകളിലായിട്ട് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക, പിന്നെ ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ചായിട്ട് ഇങ്ങനെ ഊറ്റി എടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട് ഊറ്റാൻ. ചോറ് ഫുള്ളായിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട്. നല്ല സ്പെഷ്യൽ ബിരിയാണി ആയിരിക്കും കേട്ടോ നിലമ്പൂരുകാരുടെ. അപ്പോൾ ഫുള്ളായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം ആ വെള്ളം ഉണ്ടാവില്ലേ, അതങ്ങനെ തന്നെ വെക്കണം, വെള്ളം മറിക്കൊന്നും വേണ്ട. എന്നിട്ട് കുറച്ച് മൈദപ്പൊടി നമുക്ക് പശാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഉള്ളിയും കിസ്മിസും അണ്ടിപ്പരിപ്പെല്ലാം വാട്ടിയെടുത്ത പശുനെയ്യ് ഓയിൽ ഉണ്ടാവില്ല, അത് ചോറിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ മോള് പോയിട്ട് കുറച്ച് മൈദപ്പൊടി പശാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചെമ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറേ ഫുള്ളായിട്ട് നല്ല തീയിലിട്ടിട്ട് വേവിക്കാൻ പാടില്ല, അപ്പോൾ പിന്നെ അടിക്ക് പിടിക്കും. അവർക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് എങ്ങനെ കത്തിച്ചാലാ വെന്ത് കിട്ടാന്നുള്ളതല്ലേ. അവർക്ക് ശീലമായിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അവർ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർ പെങ്ങളെ മോനാണ് വന്നിട്ടുള്ളത്, ഷെരീഫ് എന്നവരുടെ പേര്. അവരുടെ നാട്ടിൽ പേര് വിളിക്കൽ പതിവില്ല. അവിടെ പേര് വിളിക്കൽ എന്തോ ഒരു ബഹുമാനക്കേടാണ്. അവരുടെ ചെറിയാപ്പു, കുഞ്ഞാപ്പു അങ്ങനെയൊക്കെ ഒരാൾക്ക് പേര്, കുഞ്ഞുമോള്, കുഞ്ഞോള് എന്നൊക്കെ ഒരാളെ പേര് വിളിക്കട്ടാ. അപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ദമ്മ് പൊട്ടിക്കുകയെന്ന്. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ, ഇത് വെന്തിനോ ഇല്ലയെന്നൊക്കെ. ബീഫ് എന്നുവെച്ചാൽ കുക്കറിലിട്ടിട്ട് അടിച്ചിട്ടൊന്നുമില്ല, ചെമ്പിലിട്ടിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുത്തതല്ലേ. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ നാട്ടിൽ മസാല വേറെ ചോറ് വേറെ ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കായിട്ട് പ്രത്യേകിച്ച് മസാലയും ചോറും ഒരുമിച്ച് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ബീഫായി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് ബീഫ് ആയപടൻ എൻ്റെ കൈമ തന്നിട്ട് നോക്കിനി വെന്ത് വന്നിനോ നോക്കുന്നു. പക്ഷെ ഞാൻ കടിച്ചു നോക്കി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക കുക്കറിലിട്ടിട്ട് ഒരു 5-6 വിസിലടിയുന്നേരം നമ്മൾ കാത്തു വെക്കും. ഇതങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്. ബിരിയാണീൻ്റെ ഒപ്പം നല്ല നാരങ്ങ അച്ചാറുണ്ട്, അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങ അച്ചാർ. പിന്നെ അതിൻ്റെ ഒപ്പം തൈര്. ഇത് സൈൻതാത്തൻ്റെ മോളെ കുഞ്ഞിയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കി നിൽക്കുക അവൻ്റെ പതിവ്. അപ്പോൾ എനിക്ക് സൈൻതാത്ത വിളമ്പി തന്നു. ബീഫൊക്കെ ഒരുപാട് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അച്ചാർ ഇങ്ങനെ ചോറിലൊക്കെ ഞെരണ്ടി വെച്ചിട്ട് തൈരും ഒരുമിച്ച് നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഞാൻ വയ്ക്കുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതലായിട്ട് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് കഴിച്ചിട്ട് മതിയാവുന്നില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കഴിച്ചു പോയി. ഫസ്റ്റ് എനിക്ക് ഇട്ടാന്നു, എനിക്ക് വൈകിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടേനി, അതുകൊണ്ട് നീ ഫസ്റ്റ് കഴിക്ക്, ബാക്കിയുള്ളവർ പിന്നെ കഴിച്ചോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോറ് വയ്ക്കാൻ ഇരുന്നതനുസരിച്ചിട്ട് ഒരാൾ വന്നിട്ട് ചോറ് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിലമ്പൂർ പോയപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വീഡിയോസ് കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, കമൻറ്റ് ഇടാറുണ്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.